മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ ആലപ്പുഴയിലും കൊട്ടാരക്കരയിലും 2 പ്രഭാഷണങ്ങളുണ്ടായിരുന്നു. ആലപ്പുഴയിൽ അമൃതാനന്ദമയി മഠത്തിൽ സാധാരണക്കാരായ കുറേ വ്യക്തികൾക്ക് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ശിബിരം, ഒരു ക്യാമ്പ്, അതിലായിരുന്നു ക്ലാസ്. 300 പേര് നമ്മുടെ നാടിൻ്റെ പൈതൃകം പഠിക്കാനും അതുപോലെ അത് ഉൾക്കൊള്ളാനും സാധിക്കുന്ന വിദ്യാഭ്യാസപരമായിട്ടുള്ള നിലവാരമില്ലെങ്കിലും ഇച്ഛാശക്തിയുള്ളവരായിരുന്നു അത് സംഘടിപ്പിച്ചതും ആ ക്ലാസ്സിൽ പങ്കെടുത്തവർ. അവരോടെല്ലാം വളരെ ലളിതമായ ഭാഷയിൽ നമ്മുടെ പുരാണങ്ങളെക്കുറിച്ചും മഹാഭാരതത്തെക്കുറിച്ചും രാമായണത്തെക്കുറിച്ചും വേദത്തെക്കുറിച്ചും ഉപനിഷത്തുക്കളെക്കുറിച്ചും പദാനുപദം പ്രിന്റഡ് നോട്ട് കൊടുത്ത് ക്ലാസ് എടുത്തപ്പോൾ ഇതെല്ലാം സംഘടിപ്പിച്ച ഭക്തന്മാര് നമ്മുടെ പൈതൃകത്തിൻ്റെ കുറേ കാര്യങ്ങൾ അറിയാമെന്ന് ധരിച്ചിരുന്നവർക്കെല്ലാം ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലായി. മനസ്സിലാക്കേണ്ട രീതിയിൽ കാര്യമായിട്ടൊന്നും മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയാലേ നമ്മളുടെ പൈതൃകത്തിൻ്റെ ഓരോ കാര്യങ്ങളുടെയും അഗാധത മനസ്സിലാവുള്ളൂ. പുരാണത്തിലെ കണ്ടന്റും മഹാഭാരതത്തിലെ കണ്ടന്റും തമ്മിൽ മിക്സ് ചെയ്താൽ, അതുപോലെ മഹാഭാരതത്തിലെ തന്നെ കഥകളും അനുഭവങ്ങളും തമ്മിൽ മിക്സ് ചെയ്താലോ, പുരാണങ്ങളും രാമായണവും തമ്മിൽ മിക്സ് ചെയ്താലോ, അല്ലെങ്കിൽ വേദവും മറ്റ് ഗ്രന്ഥങ്ങളും തമ്മിൽ മിക്സ് ചെയ്താലൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകും. അതാതിൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ വേണം അത് ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ എന്ന് ഞാൻ അവിടെയും പറഞ്ഞു. അവിടെ നിന്ന് കൊട്ടാരക്കര ഗണപതി കോവിലിനടുത്തുള്ള നീലേശ്വരം ക്ഷേത്രത്തിലെ NSSകാരുടെ ക്ഷേത്രമാണ്. ഈ അടുത്ത കാലത്ത് ഒരു 6-8 മാസമായിട്ട് NSS സംഘടനയും SNDP സംഘടനയും നായർ പ്രസ്ഥാനങ്ങളും NSSൽ അല്ലാത്ത പ്രസ്ഥാനങ്ങളും SNDPയിൽ അല്ലാത്ത ഗുരുദേവ ദർശനങ്ങൾ മനസ്സിലും ഹൃദയത്തിലും വഹിച്ചുകൊണ്ടു പോകുന്ന സംഘടനകളുമെല്ലാം നിരന്തരം പ്രഭാഷണത്തിന് ക്ഷണിക്കുമ്പോൾ അവരുടെ മുഖത്തുള്ള സംതൃപ്തിയും അവരുടെ സ്നേഹവും ബഹുമാനവും അത് ഈ നീലേശ്വരം NSS കരയോഗത്തിൻ്റെ കീഴിലുള്ള മഹാദേവ ക്ഷേത്രത്തില് ഭാഗവത സപ്താഹം ഉദ്ഘാടനം ചെയ്യാൻ അവിടെ പോയപ്പോൾ അവിടെ കൂടിയിരുന്ന വ്യക്തികളുടെ മുഖഭാവം കണ്ടപ്പോൾ ഓരോ വ്യക്തിയോടും എന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തു. ആദ്യം നമ്മളുടെ പൈതൃകം യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾക്ക് ഒരു പുസ്തകമേ ഉള്ളൂ, മുസ്ലിങ്ങൾക്ക് ഒരു പുസ്തകമേ ഉള്ളൂ, സിഖുകാർക്കും ബുദ്ധമതക്കാർക്കും ഒരു പുസ്തകമേ ഉള്ളൂ. ആ പുസ്തകത്തിൽ അഡീഷനോ ഡിലീഷനോ മോഡിഫിക്കേഷനോ കറക്ഷനോ വരുത്താൻ ഒന്ന് അനുവാദമില്ല. അത് ചെയ്താൽ അത് ശിക്ഷയായിട്ട് വരും. പക്ഷേ ഹിന്ദു ധർമ്മത്തില് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഉണ്ട്, ആയിരക്കണക്കിന് ആചാര്യന്മാരുണ്ട്, ആയിരക്കണക്കിന് വിഷയങ്ങളെ ഒരു പുസ്തകത്തിലും പല പുസ്തകങ്ങളിലാക്കിയിട്ടും എഴുതിയിട്ടുണ്ട്. അതിനകത്ത് അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്താൻ ഉള്ള സ്വാതന്ത്ര്യവും വായിക്കുന്നവർക്കും എഴുതുന്നവർക്കും സാഹിത്യകാരന്മാർക്കും സൃഷ്ടികർത്താക്കൾക്കുമുണ്ട്. അതിനെ വിമർശിക്കാനും എതിർക്കാനും പുച്ഛിക്കാനും അധിക്ഷേപിക്കാനുമുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. അവിടെ ഒന്നും ഹൈന്ദവ ജനത വികാര നിർഭരമായിട്ട് പ്രതികരിക്കില്ല, പ്രതികരിക്കേണ്ട ആവശ്യവുമില്ല. നമ്മുടെ നാട്ടിലെ ചാർവാകന്മാര് എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ ഉണ്ടായിരുന്നു. അവരെയും ചാർവാക മഹർഷിമാരെന്നാ പറയാ.
അതിനിശ്ചിതമായ ഭാഷയിൽ അവർ പലതിനെയും വിമർശിക്കുമായിരുന്നു. യഥാർത്ഥത്തിൽ രാമായണത്തിലും ചാർവാക മഹർഷിയുണ്ട്. അദ്ദേഹം രാമന്റെ ഇഷ്ടതോഴനായിരുന്നു. രാമനോട് കാട്ടിലേക്ക് പോകണമെന്ന് ദശരഥൻ കൈകേയിയിലൂടെയോ കൈകേയി ദശരഥനിലൂടെയോ പറയിപ്പിച്ചപ്പോൾ ഈ ചാർവാക മഹർഷി രാമനോട് പറഞ്ഞത്, വാർദ്ധക്യത്തിന്റെ ഉച്ചത്തിലിരിക്കുന്ന ദശരഥന് മാനസിക വിഭ്രാന്തി സംഭവിച്ചതുകൊണ്ട് അച്ഛനെ പിടിച്ച് തടവിലിട്ട് നിനക്ക് അർഹതപ്പെട്ട സിംഹാസനം ധൈര്യമായിട്ട് നീ എടുത്ത് ബലമായിട്ട് പ്രയോഗിച്ചെടുത്ത് അതിലിരുന്ന് വാണരുളുക എന്നാണ് രാമനോട് പറഞ്ഞത്. അതുപോലെ ഭരതനോട് ഭരതോപദേശം രാമൻ കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, ശക്തമായ ഭാഷയിൽ നിന്നെയും ഭരണത്തെയും വിമർശിക്കുന്ന ചാർവാകന്മാർക്ക് സ്വതന്ത്രമായിട്ട് അവരുടെ അഭിപ്രായം പറയാനുള്ള അനുവാദം നീ തടസ്സപ്പെടുത്താതെ കൊടുക്കുന്നുണ്ടല്ലോ എന്നാണ് പറഞ്ഞത് ഭരതോപദേശത്തിൽ. അപ്പോൾ വിമർശിക്കാനും സ്വാതന്ത്ര്യമുണ്ട്, അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും നടത്താനും സ്വാതന്ത്ര്യമുള്ള ആ ഗ്രന്ഥത്തില് മറ്റെല്ലാ മതങ്ങൾക്കും ഒരു ഗ്രന്ഥമേ ഉള്ളൂ, ഒരു ആചാര്യനേ ഉള്ളൂ, ഒരു കാലഘട്ടത്തിൽ എഴുതിയതാണത് എന്നെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞ് നീലേശ്വരം ക്ഷേത്രത്തിലെ ക്ലാസ് എടുത്ത് ഒരു വലിയ സദസ്സിന്റെ മുമ്പിൽ ഇത് കേൾക്കാനായിട്ട് മാത്രം വരിക, എന്നിട്ടത് കേൾക്കുക, അതിൽ നിന്ന് ധന്യമായിട്ട് ഉൾക്കൊണ്ട് തിരിച്ചു പോകുന്ന മുഖഭാവത്തോടുകൂടിയും വാക്കുകളോടുകൂടിയും നമ്മളുടെ അടുത്ത് പറയാനുള്ളത് പറഞ്ഞിട്ട് തിരിച്ചു പോവുക. ഇങ്ങനെയുള്ള രണ്ട് ധന്യമായിട്ടുള്ള അനുഭവം. അത് ഓരോ അനുഭവവും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അവിടെ പറഞ്ഞ കണ്ടന്റുകളുടെ അബ്സ്ട്രാക്റ്റ് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ആ വിഷയം ഒന്നുകൂടി പുനരാവർത്തനം നടക്കുകയാണ്. അമൃതാനന്ദമയിയുടെ ആശ്രമത്തില് ആലപ്പുഴയിൽ ചെന്നപ്പോൾ ചിലർ പറയുകയുണ്ടായി, ഇതുമാതിരിയുള്ള ഹിന്ദുധർമ്മ ക്ലാസ്സുകൾ നടത്തുമ്പോൾ കുറച്ച് പേരെ വരാറുള്ളൂ, 10, 400, 500 പേരെ വരാറുള്ളൂ. പക്ഷെ അമ്മ പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കുമ്പോഴും ഭക്ഷണം കൊടുക്കുമ്പോഴും മറ്റ് ഫെസിലിറ്റീസ് കൊടുക്കുമ്പോഴും ആയിരക്കണക്കിന് ആൾക്കാർ വന്നതൊക്കെ മേടിക്കാറുണ്ട്. അപ്പൊ ഞാൻ അവരോട് ചോദിക്കും, അമ്മയുടെ പ്രവർത്തനത്തോടോ ഹിന്ദുധർമ്മത്തിന്റെ അറിവിനോടോ ആഭിമുഖ്യമില്ലാത്തവർക്ക് എന്തിനാ വെറുതെ ഇതൊക്കെ കൊടുക്കുന്നത്? ഏത് പള്ളിയിൽ നിന്നും എന്ത് കിട്ടണമെങ്കിലും, ഏത് മസ്ജിദിൽ നിന്ന് എന്ത് കിട്ടണമെങ്കിലും ആ പള്ളിയിൽ നിരന്തരം പോണം, പള്ളിയിലച്ഛൻ പറയുന്നത് മാതിരി കേൾക്കണം. അതേപോലെ മുസ്ലിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ അവർ പറയുന്ന മാതിരി കേൾക്കണം. അങ്ങനെ അവർക്കാകാമെങ്കിൽ നമുക്ക് വായിക്കൂടെ? നല്ല രീതിയിൽ അമ്മയുടെ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിച്ച് വേദനിക്കുന്നവരെയും വിശക്കുന്നവരെയും അനാഥരെയും വൃദ്ധരെയും സഹായിക്കാൻ കൂടെ വരുന്നവർക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുക, അല്ലാത്തവരെ മാറ്റുക എന്നും പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ധന്യമായിട്ടുള്ള 2 പ്രഭാഷണാനുഭവങ്ങൾ, അതിലെ ചില കാര്യങ്ങളും വിഷയങ്ങളും നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.